ക്രിസ്മസ് ദിവസങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ യേശു അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ജനനത്തെ ഓർക്കുന്ന, ലോകം മുഴുവനും അത് ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ ഇതിൻ്റെ സാരാംശം അറിഞ്ഞ് കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. എവിടെ നോക്കിയാലും കളർ ലൈറ്റുകൾ, നക്ഷത്രങ്ങൾ, നല്ലൊരു തണുപ്പും കുറച്ച് മഞ്ഞും എല്ലാം കൂടി കൂടിയപ്പോൾ ഇതൊരു വലിയ ഓർമ്മയും സന്തോഷവും ആനന്ദവുമായി തീർന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, ആട്ടിടയന്മാർ ഇറങ്ങി വന്നിട്ട് വലിയ പാട്ട് പാടിയിട്ട് ആ വലിയ സന്തോഷത്തെക്കുറിച്ച് ആട്ടിടയന്മാരോട് പറഞ്ഞു. അവർ പോയി യേശു കുഞ്ഞിനെ കണ്ടു. ഇനി മറ്റു ചിലർ കിഴക്ക് നിന്ന് 3 ജ്ഞാനികൾ വന്നു. അവർ വന്നത് നക്ഷത്രം കണ്ടു വന്നതാണ്. അപ്പോൾ ഈ കരോൾ പരിപാടികളിൽ നമ്മൾ അറിയേണ്ടത് ദൂതന്മാർ വന്നാണ് യേശു ജനിച്ച സാക്ഷ്യം പറഞ്ഞത്. ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ്. അടുത്തത്, ഈ നക്ഷത്രവും ഒരു സന്ദേശവാഹനമാണ്, സഞ്ചരിക്കുന്ന ഒരു നക്ഷത്രം. ഈ നക്ഷത്രം നോക്കിക്കൊണ്ടാണ് ഈ ജ്ഞാനികൾ കിഴക്ക് നിന്ന് വന്നത്. അത് ഇന്ത്യക്കാരാണെന്നും പറയുന്നു. ആയിരിക്കട്ടെ, അങ്ങനെ ആകട്ടെ. അങ്ങനെ അവരിവിടുന്ന് നക്ഷത്രം കണ്ട്, എനിക്ക് തോന്നുന്നു യേശു ജനിക്കുന്നതിന് മുമ്പേ അവരിറങ്ങി കാണും. നക്ഷത്രം അതിനു മുമ്പേ ഇവരെ റെഡിയാക്കി എടുത്തു. അങ്ങനെ യേശു കിടക്കുന്ന അടുക്കൽ വരെ ഈ നക്ഷത്രം ചെന്നതാണ് നമ്മൾ കാണുന്ന ചരിത്രം. അതായത് ഇവർ കൊട്ടാരം കണ്ടപ്പോൾ രാജാവ് ജനിക്കുന്നത് കൊട്ടാരത്തിലല്ലേ എന്ന് കരുതി ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് നക്ഷത്രത്തിൽ നിന്ന് കണ്ണുമാറ്റി നേരെ കൊട്ടാരത്തിൽ ചെന്നു. യെരുശലേമും ഹെരോദാവും ഒക്കെ ഞെട്ടിപ്പോയി. എന്ത്, മശിക ജനിച്ചിരിക്കുന്നു, രാജാവ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്നാണ് അവർ ചോദിച്ചത്. രാജകുമാരന്മാർ പിറക്കാറുണ്ട്, രാജാവ് എവിടെയാണ് പറഞ്ഞത്? ജനിച്ചപ്പോഴേ രാജാവായി പറന്ന ആരും ഭൂമിയിലില്ല, ഒരുവൻ മാത്രം, അത് യേശു മാത്രം. യേശു പിറന്നതേ, മത്തായി 2 പറയുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടിട്ട് നമസ്കരിക്കാൻ വന്നിരിക്കും. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം. സ്വന്തമായിട്ട് നക്ഷത്രമുള്ള ഒരു രാജാവ് ഈ ഭൂമിയിലുണ്ടായിട്ടില്ല. അവരുടെ സിംഹാസനമൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കി, രത്നങ്ങൾ പതിച്ചു, നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ പലതും തലയിൽ വെച്ച് കാണും, കിരീടത്തിൽ. എന്നാൽ സ്വന്തമായിട്ട് ഒരു നക്ഷത്രമുള്ള ഒരു രാജാവും ഭൂമിയിൽ പിറന്നിട്ടില്ല. അത് യേശു കർത്താവ് മാത്രമാണ്. ഈ 3 ജ്ഞാനികൾ നക്ഷത്രങ്ങളുടെ ഫലമൊക്കെ പറയുന്ന, നക്ഷത്രത്തിൻ്റെ ശാസ്ത്രം അറിയാവുന്നവരാണ്. അവർ ഈ ആകാശത്തോട്ട് നോക്കിയപ്പോൾ അവർ ഇന്ന് വരെ കാണാത്തൊരു നക്ഷത്രം, സഞ്ചരിക്കുന്ന നക്ഷത്രം. ഇവരറിയാതെ ആ നക്ഷത്രത്തിൽ നിന്ന് കണ്ണെടുത്ത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ കയറി വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ആ നക്ഷത്രം അവരെ കാത്തു നിൽക്കുകയാണ്. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അങ്ങനെ നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലം വരെ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് ഗൂഗിൾ മാപ്പ് വേണ്ടി വന്നില്ല, അഡ്രസ്സ് ചോദിക്കേണ്ടി വന്നില്ല. ചോദിച്ചാൽ അടുത്ത വീട്ടുകാർക്ക് പോലും അറിയില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് തൊട്ടപ്പുറത്ത കറിയാച്ചാനോട് ചോദിക്കാൻ പറ്റും, അപ്പുറത്തെ വീട്ടുകാരനോട് ചോദിക്കാൻ പറ്റും, ഇപ്പുറത്തെ വീട്ടുകാരനോട് ചോദിക്കാൻ പറ്റുമോ? ആരും അറിഞ്ഞിട്ടില്ല. ആരും അറിയാത്ത കാര്യം നിനക്ക് ദൈവം വെളിപ്പെടുത്തി തരും. തൊട്ടടുത്ത ആൾക്കാർ അറിയാത്തത് ദൂരെ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളെ ദൈവം അറിയിച്ചു. ദൈവത്തിന് ഏത് രീതിയിലും ആരോടും സംസാരിക്കാൻ കഴിയും. നക്ഷത്രങ്ങളിലൂടെ ഈ ജ്ഞാനികളോട് സംസാരിച്ചു. ആട്ടിടയന്മാരോട് നക്ഷത്രം കാണിച്ചാൽ അവർക്ക് മനസ്സിലാകില്ല. അവിടെ ദൂതന്മാർ ഇറങ്ങി വരണം. ഓരോ വ്യക്തികളോടും രക്ഷകനെക്കുറിച്ച് പറയാൻ
ദൈവം ഓരോ സംവിധാനം വെച്ചിരുന്നു. ഈ കാലയളവിൽ രക്ഷകനെ കുറിച്ച് പറയാൻ ദൈവം വെച്ചിരിക്കുന്ന സന്ദേശവാഹകർ നമ്മൾ ഓരോരുത്തരുമാണ്. ഈ കാലഘട്ടത്തിൻ്റെ നക്ഷത്രം നമ്മളാണ്. നമ്മൾ ശിശുവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ രക്ഷകന്റെ അടുക്കലേക്ക് ജനങ്ങളെ കൊണ്ടുവരണം. നമ്മൾ ദൈവദൂതന്മാരെ പോലെ ജനങ്ങളിലേക്ക് രക്ഷകന്റെ സന്ദേശം എത്തിക്കണം. യേശു എവിടെയാണ്? യേശു എങ്ങനെയുള്ളവനാണ്? ഈ ഒരു സന്ദേശം കൈമാറാൻ ഈ കാലയളവിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. കർത്താവിൽ നമുക്ക് സന്തോഷിക്കാം. രക്ഷ യേശു മുഖാന്തരമുണ്ടായ ആ രക്ഷയുടെ സന്തോഷത്തിൽ നമുക്ക് ആനന്ദിക്കാം. ചേർന്ന് പാടി ഇന്ന് നമുക്ക് യേശുവിനെ ആരാധിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ, എത്ര നല്ലവൻ മതിയായവൻ എന്നെ കരുതുന്ന കർത്തനവൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ തരികില്ലൊരു സുഖവും മനഃശാന്തിയതും. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി, എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും തന്റെ നാമമഹത്വത്തിനായി. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറന്നിടും ഞാൻ. ഒരു കൈത്തിരി പോൽ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറന്നിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ 24 വരെയും വായിച്ചു. അവിടെ എല്ലാ സന്തോഷത്തെക്കുറിച്ചാണ്. നമ്മുടെ സന്തോഷം ആരും നമ്മിൽ നിന്ന് എടുത്തു കളയില്ല. യേശു തരുന്ന സന്തോഷം, രക്ഷയുടെ സന്തോഷം.
മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്ന മറുപടി തരും. അതുപോലെ ചോദിക്കുക. അത് ഇന്നതേ ചോദിക്കാവെന്ന് പറയുന്നില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് ചില പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ചോദിക്കുക. കർത്താവ്, എനിക്കൊരു ഷർട്ട് തരണേ, എനിക്കൊരു ചുരിദാർ തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയാൽ സ്തോത്രം. എന്നാൽ നമുക്കിഷ്ടപ്പെട്ട കളറില്ല, ഇഷ്ടപ്പെട്ട ഡിസൈനില്ല, ഇഷ്ടപ്പെട്ട മെറ്റീരിയലില്ല. ചിലർക്ക് ലിനനാണ് ഇഷ്ടം, ചിലർക്ക് ചില കളറുകൾ വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ ചോദിക്കാൻ, അതാണ് അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ പോരാ. ഒന്നുമില്ലാത്തവൻ എന്തെങ്കിലും കിട്ടിയാൽ സന്തോഷമാണ്. വഴിയിലിരിക്കുന്ന ഒരുത്തൻ, വസ്ത്രമില്ലാത്ത ഒരുത്തൻ, അവന് നമ്മുടെ കീറി ഉടുപ്പെടുത്ത് കൊടുത്താൽ അവന് ഭയങ്കര സന്തോഷമാണ്, എന്തെങ്കിലും ആയല്ലോ. എന്നാൽ അത്യാവശ്യമുള്ള ഒരാളോട് പറഞ്ഞാലോ, അവൻ്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട നിറം, അവന് ഇഷ്ടപ്പെട്ട ഡിസൈൻ, അവന് ഇഷ്ടപ്പെട്ട മോഡൽ, ഇതെല്ലാം വേണം. ഓരോ സീസണിലും ഓരോ ഡിസൈനുകളാണ്. ഒരു സീസണിൽ ടൈറ്റായിരുന്നു പാൻറ്, ഇപ്പോൾ ഭയങ്കര ലൂസാണ്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഈ അരയുടെ ഭാഗത്ത് പാൻറ് ടൈറ്റായിട്ട് കാല് ഈ ആനയുടെ കാല് പോലെ ഇരിക്കും. വലിയ കാല, ബെൽബോട്ടോ എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു കാല പറഞ്ഞത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ. അത് കിട്ടിയാലേ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. ഞങ്ങളുടെ നാട്ടിലന്ന് പാൻറ്റൊന്നും ആരും ഇടാത്ത കാലത്ത് ഞാൻ പാൻറ് ഇടും. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ബാംഗ്ലൂർ ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ അധികം പാൻറ് ഇടാത്ത ആൾക്കാർ. അപ്പോൾ ആരോ വന്ന് തൊട്ടപ്പുറത്തെ ഷാജി ചേട്ടൻ ആദ്യമായിട്ട് പാൻറ്റിന് തുണി മേടിച്ചു, പാൻറ് തയ്ച്ചു. വേറെ എറണാകുളത്ത് കൊണ്ടുപോയി, വടക്കമ്പറൂരിൽ നിന്ന് എറണാകുളത്ത് കൊണ്ടുവന്ന് പാൻറ് തയ്പ്പിച്ചു. എന്നിട്ട് തേക്കാൻ കൊണ്ടുവന്നത് എൻ്റെ കയ്യിലാണ്. അപ്പം കരിപ്പട്ടിയുണ്ട്, നല്ല ഈ ഇസ്തിരി ഇടുന്ന ചിരട്ട കത്തിച്ചിട്ട് അതിനകത്തോട്ട് ഇസ്തിരിപ്പെട്ടി എവിടെ നിന്നോ പുള്ളിക്കാരെ സംഘടിപ്പിച്ചു. എന്നിട്ട് എന്നോട് തേച്ച് തരുമെന്ന് ചോദിച്ചു. തേച്ച് തരാനായിട്ട് ചിരട്ടയിട്ടു, 4 തേങ്ങയുടെ ചിരട്ട, അപ്പം 8 ചിരട്ട അതിനകത്തിട്ട് കത്തിച്ച് ഇതെല്ലാം കൂടി ഇതിനകത്തോട്ടിട്ടു. ഇത് നല്ല പോളിസ്റ്റർ പാൻറ്റാണ്. ഞാൻ ഈ ബെൽ ബോട്ടം ഉണ്ടല്ലോ, ഏറ്റവും വീതിയുള്ള ഭാഗം, അവിടേക്ക് നേരെ, എനിക്കും വലിയ തേക്കാനൊന്നും അറിഞ്ഞൂടാ, പിന്നെ ആ നാട്ടിലാകെ തേക്കാൻ അറിയാമെന്ന് എനിക്കാ. ഇസ്തിരിപ്പെട്ടി ഞാൻ ഒരടി മുകളിൽ വെച്ചേ ഉള്ളൂ, പാൻറ് ചാടി പിടിച്ചിട്ട് കത്തിപ്പോയി. അത്ര ഏരിയ കത്തിപ്പോയി. ഞാൻ അവിടെ നിന്ന് വേർക്കുകയാണ്. കാരണം ഇങ്ങനൊരു മരം വെട്ടുകാരനാണ്, എപ്പോഴും വെട്ടുകത്തിയുള്ള കയ്യിൽ. രാത്രി കുടിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയെ പെരക്കിയിട്ട് ഓടിച്ചിടുന്ന ആളാണ് ഷായി ചേട്ടൻ. വെട്ടുകത്തി കയ്യിലുണ്ട്, അങ്ങനത്തെ ആളാണ്. അപ്പം ഇദ്ദേഹമാണ് എൻ്റെ അടുത്ത് വന്ന്. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞാൻ നേരെ ഷായി ചേട്ടനെ വഴക്ക് പറഞ്ഞു. എത്ര ചിരട്ടയാണ് ഇട്ടത്? ഷായി ചേട്ടൻ പറഞ്ഞു 4 തേങ്ങയുടെ ചിരട്ട. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് കയറി വഴക്ക് പറഞ്ഞു. അത്രയും ചിരട്ടിടാൻ പാടില്ലായിരുന്നു, അതാണ് അതിൻ്റെ പ്രശ്നമായത്. ഏതായാലും അന്ന് ഷായി ചേട്ടൻ എന്നെ തല്ലിയില്ല, അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പം ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയുള്ള പാൻറ്റുകളാണ് ഉണ്ടായിരുന്നത്. രസകരമായ കുറേ ഓർമ്മകളാണ് ഇതൊക്കെ. അപ്പം ഇന്ന് അങ്ങനെയല്ല. അന്ന് ഷായി ചേട്ടന് സന്തോഷത്തിൻ്റെ നിറവായിട്ട് നിൽക്കുമ്പോഴാണ് അത് ഒരു പ്രാവശ്യം പോലും ഇടാൻ പോലും പറ്റിയില്ല. ഇതുപോലെ നമ്മുടെയും ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളാണ്. ഒരു നല്ല ഡ്രസ്സ്, ഒരു നല്ല ഇന്നതേ ചിലർക്ക് ചില ഭക്ഷണം കിട്ടിയാൽ അത് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷമാണ്. ചിലരുടെ ജന്മദിനത്തിൽ ചില ഗിഫ്റ്റുകൾ കിട്ടുന്നത് അത് അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചില ഗിഫ്റ്റ് ബോക്സുകൾ പോലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഗിഫ്റ്റിനേക്കാൾ മനോഹരമാണ് ഗിഫ്റ്റ് ബോക്സ്. സന്തോഷത്തെ പൂർണ്ണമാക്കുന്ന ഒരു കർത്താവ്, അവൻ നമുക്ക് തന്ന ഗിഫ്റ്റുകളെല്ലാം എത്ര വിലയേറിയതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും കൊണ്ട് നമ്മെ അലങ്കരിച്ചില്ലേ? സ്തോത്രം! എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ സന്തോഷത്തെ
പൂർണ്ണമാക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. 16:25 മുതൽ വായിക്കുമ്പോൾ പിന്നെ യേശു പറയുന്ന കുറേ കാര്യങ്ങൾ. ഞാൻ ഇനി നിങ്ങളോട് സദൃശ്യമായി സംസാരിക്കില്ല, ഞാൻ പിതാവിനെ കുറിച്ച് ഞാൻ സ്പഷ്ടമായി പറയും. ആദ്യത്തെ പാരഗ്രാഫിൽ യേശു പറഞ്ഞത് കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണില്ല, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, ഇങ്ങനെയുള്ള കാര്യമാണ്. ഇപ്പോൾ പറയുന്നത് എങ്ങോട്ട് പോകുന്നൊന്നും പറയുന്നില്ല, എല്ലാ ഉപമകൾ സാദൃശ്യം വഴിയായിട്ടാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ യേശു പറയുകയാണ്, ഇനി ഞാൻ വളരെ സ്പഷ്ടമായിട്ട് പറയാൻ പോവുകയാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുക കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുന്നു. യേശു സ്പഷ്ടമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ സംസാരിച്ചത് ഉപമകളിലൂടെയാണ്, സാദൃശ്യമായിട്ടാണ്. ഇപ്പോൾ യേശു വ്യക്തമായി സംസാരിച്ചു. മീൻപിടുത്തക്കാരെ കണ്ടപ്പോൾ ദൈവരാജ്യം വലക്ക് സദൃശ്യമെന്ന് യേശു പറഞ്ഞു. സ്ത്രീകളെ കണ്ടപ്പോൾ ദൈവരാജ്യം കടുകുമണിക്ക് തുല്യമെന്ന് പറഞ്ഞു. കൃഷിക്കാരെ കണ്ടപ്പോൾ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉപമ പറഞ്ഞു. ഓരോ വ്യക്തികൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ യേശു പറഞ്ഞു. എന്നാൽ യേശു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഏതെങ്കിലും ഒരു ഉപമ പറഞ്ഞു നിർത്തുകയല്ല, വളരെ സ്പഷ്ടമായിട്ട് ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നു, ഞാൻ അവിടെ നിന്ന് വന്നവനാണ് എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, നിനക്ക് സകലതും അറിയാം, ആരും നിന്നോടൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഈ ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു. ഈ ഒരൊറ്റ കാരണത്താൽ, നീ വളരെ സ്പഷ്ടമായി ഞങ്ങളോട് പറയുന്ന ഈ കാരണത്താൽ നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു. അതിന് യേശു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? 31-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നിങ്ങൾ 4 വഴിക്ക് ചിതറിപ്പോവും. അതിൻ്റെ അർത്ഥം സന്തോഷം നിങ്ങൾക്ക് എന്നിൽ നിന്ന് എടുത്തു കളയാൻ കഴിയില്ല. നിങ്ങൾ 4 വഴിക്ക് ചിതറിപ്പോയാലും എന്നെ അയച്ച പിതാവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എൻ്റെ സന്തോഷത്തെ ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. യേശു പഠിപ്പിച്ചു, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. കാരണം ഞാനാണ് നിങ്ങളുടെ ഗുരു. ഞാൻ നിങ്ങൾക്കൊരു മോഡൽ കാണിച്ചു തരികയാണ്. എല്ലാവരും എന്നെ വിട്ടു പോകും, എല്ലാവരും എന്നെ പകയ്ക്കും, ഞാൻ തനിച്ചാകും, ഭാരമേറിയ മരക്കുരിശ് ചുമക്കേണ്ടി വരും. എല്ലാവരും എന്നെ കൈവിട്ടപ്പോഴും ഞാൻ ഈ കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നത് സന്തോഷത്തോടെ. അതാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, സന്തോഷത്തോടെ ക്രൂശിനെ സഹിച്ചു എന്ന്. ജീവിതത്തിൽ വന്ന സകല ക്രൂശും യേശു സഹിച്ചത് സന്തോഷത്തോടെ. എന്താണ്? പിതാവേ, നീ അനുവദിച്ച കുരിശാണ്, ഇതിൻ്റെ പുറകിൽ ഒരു വലിയ ജയമുണ്ട്. ഈ ക്രൂശ് കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന കിരീടം വലുതാണ്. ക്രൂശില്ലാത്ത ഒരു കിരീടം അങ്ങ് എനിക്ക് വെച്ചിട്ടില്ല. എൻ്റെ മുൻപിൽ ഒരു ക്രൂശുണ്ട്, അതൊരു വലിയ കിരീടത്തിലേക്കുള്ള യാത്രയാണ് എന്ന് യേശുവിന് പ്രത്യാശയുണ്ടായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നെ വിട്ട് ചിതറിപ്പോകും, ഞാൻ ഏകനാകും, എന്നാലും എനിക്ക് പേടിയില്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. യേശുവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം
പിതാവ് കൂടെയുണ്ട്. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാനും ഈസ്റ്റർ ആഘോഷിക്കാനും കുറെ കോഴിയെ താറാവിനെ കൊല്ലാനുമല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ മരണം മാറിപ്പോകാൻ. അവൻ ഈ ഭൂമിയിലേക്ക് വന്നതേ അവൻ ക്രൂശിൽ മരിക്കാനാണ്. മരണം കൊണ്ട്, തൻ്റെ മരണം കൊണ്ട് നമ്മുടെ മരണം എടുത്തു മാറ്റാൻ ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. ആ കർത്താവിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് ദൂതന്മാർ വിളിച്ചു പറഞ്ഞത്. ഇതാണ് സന്തോഷം, രക്ഷയുടെ സന്തോഷം. രക്ഷിക്കപ്പെടുക, കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ് രക്ഷിക്കപ്പെടുന്നത്. ശിക്ഷയിൽ നിന്ന് വിമോചനം പ്രാപിക്കുന്നു, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു, ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നത്, മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുവിലാണോ, കർത്താവ് നമ്മളെ കൈവിടില്ല. എന്തൊരു ഉറപ്പാണ്! യേശു പറയുകയാണ്, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെല്ലാം ചിതറിപ്പോയാലും എൻ്റെ സന്തോഷം പോകില്ല. ഇത്ര നാൾ കൂടെ ഉണ്ടായവരൊക്കെ എന്നെ ഇട്ടേച്ച് പോയല്ലോ, അന്ന് യേശുവിനൊരു വിഷയം. നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, നിങ്ങളെ ആർക്കും നിരാശപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. 32-ാം വാക്യം, നിങ്ങൾ ഓരോരുത്തരും താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോവുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ലാതാനും. എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, പിന്നെ എൻ്റെ സന്തോഷം എങ്ങനെ പോകാനാണ്? എൻ്റെ ജീവനെ കൊടുക്കാനും അതിനെ തിരികെ പ്രാപിപ്പാനും എൻ്റെ പിതാവ് എന്നിൽ അധികാരം വെച്ചിരിക്കുന്നു. ജീവൻ കൊടുക്കാനും ജീവൻ തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. എൻ്റെ പിതാവ് അതിനെന്നെ ആക്കിയിരിക്കുന്നു. ആരെല്ലാം എന്നെ വിട്ടു പോയാൽ എനിക്കൊരു വിഷയമില്ല. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നാം സന്തോഷിക്കേണ്ട ഇതിലാണ്. അതായത് നമ്മൾ ഒറ്റയ്ക്കല്ല, യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുവിനെ പോലെ നിലനിൽക്കുന്ന സന്തോഷമുള്ളവരായിരിക്കണം. അതിനുള്ള ബലവും കൃപയും കർത്താവ് നമുക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ ജനനത്തിൽ ആഘോഷിക്കാം, സന്തോഷിക്കാം. യേശു ഈ ഭൂമിയിലേക്ക് വന്നില്ലേ? നമുക്ക് വേണ്ടി 33.5 തിരുവയസ്സിൽ ജീവനെ തന്നില്ലേ? ആ യേശുവിൻ്റെ ജന്മദിനത്തെ ഓർക്കാം, ധ്യാനിക്കാം, സന്തോഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വീടുകളിലും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം യേശു ക്രിസ്തുവിൽ ഉണ്ടാകട്ടെ. അവർ കർത്താവിൽ സന്തോഷിക്കട്ടെ, കർത്താവിൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കട്ടെ. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷം ഉടുപ്പിക്കാനാകയാൽ സ്തോത്രം. ഇന്നിത് കേൾക്കുന്ന പല കുടുംബങ്ങളിലും ഉള്ള എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോട്ടെ, നിരാശകൾ മാറിപ്പോട്ടെ. സമാധാന നദി ഒഴുകുന്ന വീടുകളാകട്ടെ. ആഘോഷവും ആനന്ദവും എന്നും ഈ വീടുകളിൽ ഉണ്ടാകട്ടെ. സൗഖ്യങ്ങൾ കൊണ്ട് നിറയട്ടെ. ഇത് കേൾക്കുന്ന ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് ഇത് കേൾക്കുന്നവർ സൗഖ്യം, രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാണ്. സാമ്പത്തിക ഉന്നതികൾ, ഉയർച്ചകൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശു അനുഗ്രഹിക്കട്ടെ. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ നിങ്ങൾ കുടുംബമായി കർത്താവിനെ ധ്യാനിക്കുക, ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, കൂടുതൽ കർത്താവിൽ സന്തോഷിക്കുക. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.